എറണാകുളം കൂത്താട്ടുകുളത്ത് സുഹൃത്തുക്കളിൽ നിന്ന് വാഹനങ്ങൾ കൈക്കലാക്കി പണയം വെച്ചയാൾ കുടുംബസമേതം മുങ്ങിയതായി പരാതി. കോട്ടയം കിടങ്ങൂർ സ്വദേശി സജൻ സാബുവിനെതിരെയാണ് പരാതി. ഇയാൾക്കെതിരെ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത് സമാന രീതിയിലുള്ള 6 പരാതികളാണ്. വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്ന്. തിയോഫിൻ, ഏതായാലും ഈ സുഹൃത്തുക്കളിൽ നിന്ന് സ്വകാര്യ ആവശ്യത്തിന് വാഹനം വാങ്ങുന്നു, അതിനുശേഷം ഇത് പണയം വയ്ക്കുന്നു, ഇതായിരുന്നോ ഈ സജൻ്റെ രീതി? ഈ നിലവിൽ 6 പരാതികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. എന്താണ് പോലീസ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഏറെ നാളായി ഇയാളുടെ സുഹൃത്തുക്കൾ, പഴയകാല സഹപാഠികൾ, അങ്ങനെയുള്ളവരോടൊക്കെ അവരുടെ കയ്യിലുള്ള വാഹനങ്ങൾ സ്വന്തം ആവശ്യത്തിന്, ചില ആവശ്യങ്ങൾക്ക് വേണം, വണ്ടി കുറച്ച് ദിവസത്തേക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് ഈ വാഹനങ്ങൾ വാങ്ങുകയും പിന്നീട് കുറെ നാളായി വാഹനം തിരിച്ചു നൽകാതിരിക്കുകയും ചെയ്തു. അങ്ങനെ വാഹനങ്ങൾ തിരിച്ചു ലഭിക്കാതെ വന്നതോടെയാണ് ഉടമകൾ പോലീസിൽ പരാതി നൽകിയത്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയപ്പോഴാണ് സമാനമായ രീതിയിൽ വേറെയും നിരവധി പേർക്ക് ഇത്തരം അനുഭവം ഉണ്ടായെന്ന് അറിയുന്നത്. അങ്ങനെ 6ഓളം പരാതികൾ നിലവിൽ കൂത്താട്ടുകുളം പോലീസ് ലഭിച്ചിട്ടുണ്ട്. ഇതിനിടെ തന്നെ ഇയാൾ ഇപ്പോൾ സ്വദേശിയായ സജൻ താമസിക്കുന്നത് തിരുമാറാടി പഞ്ചായത്തിലെ ഒലിയപ്പുറം എന്ന സ്ഥലത്താണ്. ഇയാളുടെ ഭാര്യ വീടാണ് ഇവിടെ, അവിടെയാണ് താമസിക്കുന്നത്. നിലവിൽ ഇയാൾ ഭാര്യയും മക്കളും ഇവിടെ ഈ വീട്ടിലില്ല. ഇതിനിടെ ഇയാളുടെ ഭാര്യ വീട്ടുകാർ ഇയാളെയും കുടുംബത്തെയും കാണാനില്ലെന്ന് കാണിച്ച് കൂത്താട്ടുകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ 2 പരാതികളിലും പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. എന്തായാലും സൈബർ പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി അന്വേഷണം തുടരുകയാണ്. ഈ വാഹനങ്ങൾ വാങ്ങിക്കൊണ്ട് പോയിരുന്നത് പലപ്പോഴും ഇയാളും ഭാര്യയും വീട്ടിലെത്തി ഒരു സൗഹൃദ സന്ദർശനം എന്ന രീതിയിൽ വന്ന് സംസാരിച്ച് അങ്ങനെ സൗഹൃദ സംഭാഷണങ്ങൾക്ക് ശേഷമാണ് വാഹനം വാങ്ങിപ്പോയിരുന്നത്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കൾക്ക് അപ്പോൾ വലിയ സംശയം ഉണ്ടായിരുന്നില്ല. പിന്നീട് വാഹനം തിരിച്ചു കിട്ടാതെ വന്നപ്പോഴാണ് ഇവർ ഇയാളോട് തിരിച്ചു ചോദിക്കുകയും ഇയാളെ നേരിട്ട് കണ്ട് വാഹനം മടക്കിത്തരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഇയാൾ വാഹനം ലഭിക്കാതെ വരികയും ചെയ്തു. തുടർന്നാണ് ഇവർ പരാതിയുമായി പോയത്. ഇതിനിടെ ഇയാൾ ഇത്തരത്തിൽ തട്ടിയെടുത്ത വാഹനങ്ങളിൽ ഒരെണ്ണം ഒരു കുറവരങ്ങാട് സ്വദേശിക്ക് ഇയാൾ മറിച്ചു വിൽക്കുകയും ചെയ്തു. അയാളുടെ കയ്യിൽ ആ വാഹനം കിട്ടിയ ശേഷം വാഹനം പിന്നീട് കേടുവന്നു. തകരാറ് വന്ന വാഹനം തിരിച്ചെടുത്ത് പണം തിരിച്ചു നൽകണമെന്ന് ഇയാൾ ആവശ്യപ്പെടുകയും ചെയ്തു. അന്ന് ആ സമയത്ത് സജൻ പറഞ്ഞത് തനിക്ക് പരിചയമുള്ള വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി വാഹനം റിപ്പയർ ചെയ്ത് തരാമെന്ന് പറയുകയും ഇയാളെ കൊണ്ട് ഈ വാഹനം അവിടെ എത്തിക്കുകയും ചെയ്തു. പിന്നീട് ഈ വാഹനം വാങ്ങിയ ആൾ അറിയാതെ ആ വർക്ക്ഷോപ്പിൽ നിന്ന് ഇയാളെ വാഹനം എടുത്തുകൊണ്ടുപോയി അത് പണയം വെക്കുകയോ മറിച്ചു വിൽക്കുകയോ ചെയ്തു എന്നാണ് അറിയുന്നത്.